ഹലോ, എല്ലാവർക്കും മാതീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു തോരനാണ്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി നമ്മൾ ആദ്യം മുതിര ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ മുതിര ചേർത്തൊരു വാഴക്കൂമ്പ് തോരനാണ് തയ്യാറാക്കുന്നത്. ഇത് ചേർക്കാതെയും തയ്യാറാക്കാം, ചേർത്തും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മുതിര നമുക്കൊന്ന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഞാലിപ്പൂവൻ്റെ വാഴക്കൂമ്പാട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുഞ്ഞായിട്ട് നമുക്ക് ഇതേ രീതിയിൽ അരിഞ്ഞിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിലോട്ട് അരിഞ്ഞിടാം കേട്ടോ. കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മൾ അരിഞ്ഞിടുമ്പോൾ അതിൻ്റെ കറയൊക്കെ പോവും. പിന്നെ നമ്മുടെ ഈ വാഴക്കൂമ്പിൻ്റെ ഒരു കയ്പ്പ് രസമൊക്കെ പോവാനൊക്കെ സഹായിക്കും കേട്ടോ. ഈ രീതിയിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിലോട്ട് കരിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴുകിയെടുക്കുമ്പോൾ ഈ വാഴക്കൂമ്പിൻ്റെ കറയും അതിൻ്റെ കയ്പ്പും എല്ലാം പോയി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ട് വാഴക്കൂമ്പ് തോരൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ വാഴക്കൂമ്പ് നമ്മൾ അണുബാധയൊക്കെ ചികിത്സിക്കാൻ മികച്ചതാണ് കേട്ടോ. ഇതിൽ എത്തനോൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള സത്തുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗകാരികളായ ബാക്ടീരിയകൾ തടയാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വാഴക്കൂമ്പിൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേ രീതിയിൽ വാഴക്കൂമ്പും തയ്യാറാക്കി നോക്കി കഴിക്കണം. വളരെ ടേസ്റ്റിയും അതിലുപരി ഹെൽത്തിയും കൂടെയാണ്. നമ്മുടെ വാഴക്കൂമ്പിന് പ്രമേഹവും നമ്മുടെ വിളർച്ചയൊക്കെ തടയാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ദിവസേന കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു വീക്കിൽ ഒരു ദിവസമെങ്കിലും ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. ഞാനെല്ലാം ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അരമണിക്കൂർ ഞാൻ ഇതൊന്ന് സോക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ കഴുകി നമ്മളൊന്ന് മാറ്റി വെക്കണം. നമ്മളിത് കട്ട് ചെയ്ത് ലാസ്റ്റ് ഇതേ രീതിയിൽ ഒരു ഉറപ്പുള്ളൊരു ഭാഗം ഉണ്ടാവും കേട്ടോ. അത് നമ്മളതിലോട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ട. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് ഊറാൻ വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മുടെ തോരനിലോട്ട് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ എടുത്ത് ക്രഷ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. ഒരു കടായി ചൂടാക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തിലോട്ട് കടുക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2-3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇച്ചിരി കുഞ്ഞുള്ളി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തോരന് പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വരും. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 2 പ്രാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുതിര വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി മുതിര ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൂമ്പിലുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക, അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് വെള്ളമൊക്കെ ഇച്ചിരി ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് ഡ്രൈ ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ സമയത്ത് വാഴക്കൂമ്പ് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയ സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരയുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. മുതിരയിൽ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. മുതിരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ വാഴക്കൂമ്പ് മുതിരയൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സായി നല്ലതുപോലെ ഒന്ന് വെന്ത് വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യുക, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്കൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണ്ടതൊക്കെ ചെയ്യാൻ. എന്നിട്ട് നമുക്കെന്ത് ചെയ്യാം, ഒരു 2-3 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിയായ വാഴക്കൂമ്പത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വാഴക്കൂമ്പത്തോരൻ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.